ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന കേരാഫിഡിൻ്റെ ടൈപ്പിസ്റ്റ് ഇംഗ്ലീഷിൻ്റെ 20 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. വുഡ് യു മൈൻഡ് ഡാഷ് യുവർ കാർ ഫ്രം ദി വേ. വുഡ് യു മൈൻഡിന് ശേഷം എന്താണ് വരുന്നത്? ING ഫോമാണ് വരുന്നത്. വെർബ് പ്ലസ് ING ഫോമാണ് വരുന്നത്. അതുകൊണ്ട് മൂവിങ്. ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ് സപ്ലൈ എ വെർബ് ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ഇറ്റ് സബ്ജക്ട്. എയ്തർ ദ കാസ്റ്റ് ഓർ ദ ഡയറക്ടർ ഡാഷ് റെസ്പോൺസിബിൾ. എയ്തർ ഓർ നെയ്തർ നോർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നമ്മൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് വെർബ് വരുന്നത്. ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് വാസ്. മിസ്റ്റർ ബീൻ സോ എ ഡാഷ് ഓഫ് കീസ്, ബഞ്ച് ഓഫ് കീസ്. യു മസ്റ്റ് ഗെറ്റ് സം മോർ ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ അതർവൈസ് യു കാൻ കംപ്ലീറ്റ് യുവർ പ്രൊജക്റ്റ്. ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ് യു വർ കമ്മിങ്. ഐ ഹാഡ് നോൺ. ഹാഡ് പ്ലസ് V3 വരുമ്പോൾ എന്താണ്? ഹാഡ് പ്ലസ് V3 ഫോമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വുഡ് ഹാവ് പ്ലസ് V3 ആണ് വരേണ്ടത്. ഓപ്ഷൻ എ വരും. ഐ വുഡ് ഹാവ് പ്രിപ്പയർഡ് യുവർ ഫേവറേറ്റ് ഡിഷസ്. ഷീ ആസ്ക്ഡ് മീ. ഏതാ വരുന്നത്? കറക്റ്റ് റിപ്പോർട്ടർ സ്പീച്ച്. ഇഫ് ഐ നീഡഡ് ലഞ്ച്. ബൈ ദ ടൈം വി റീച്ച്ഡ് ദ ഹോം ദ തീഫ്. എന്ത് വരും? രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുകയാണെങ്കിൽ ആദ്യം നടന്നത് സിമ്പിൾ പാസ്റ്റിലും, ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും, രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലുമാണ് വരുന്നത്. ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിൽ. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഹാഡ് പ്ലസ് V3. ഹാഡ് പ്ലസ് V3 ഉള്ള ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി. ബൈ ദ ടൈം വി റീച്ച്ഡ് ഹോം ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ദ സ്പോട്ട്. രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുകയാണെങ്കിൽ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലും. ഇവിടെ ആദ്യം നടന്നത് തീഫ് ഹാഡ് ലെഫ്റ്റ് ദ സ്പോട്ട്. അതാണ് ആദ്യം നടന്നത്. അതുകൊണ്ട് ഹാഡ് പ്ലസ് V3. രണ്ടാമത് നടന്നതാണ് ബൈ ദ ടൈം വി റീച്ച്ഡ് ഹോം. രമേഷ് ഈസ് ഡാഷ് MBA ഗ്രാജുവേറ്റ്. ആനാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ആൻ വരുന്നത്? ആൻ MBA എന്ന് എഴുതുമ്പം ഏതാ? വവൽ സൗണ്ടാണ് വരുന്നത്. അതുകൊണ്ട് ആൻ. ഓപ്ഷൻ ബി. ഹിസ് എക്സ്പ്ലനേഷൻ വാസ് സോ കോംപ്ലിക്കേറ്റഡ് ദാറ്റ് ഓൺലി ഡാഷ് സ്റ്റുഡൻസ് റെസ്പോണ്ടഡ് ടു ഹിസ് ക്വറീസ് ഇൻ ദ ഇൻറ്ററാക്റ്റീവ് സെഷൻ. എ ഫ്യൂ. എന്തുകൊണ്ടാണ് എ ഫ്യൂ വന്നത്? കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ എ ഫ്യൂ. അൺകൗണ്ടബിൾ നൗണിന് മുമ്പിലാണ് എ ലിറ്റിൽ യൂസ് ചെയ്യുന്നത്. പുട്ട് ദ ഫ്രേസ് ഇൻ ദ കറക്റ്റ് ഓർഡർ ടു അൺസ്ക്രാമ്പിൾ ദ സെൻറ്റൻസ്. ഏതാ? ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മൂവീസ് ഐ ഹാവ് എവർ സീൻ. ദിസ് ഈസ് വൺ ഓഫ്. ആദ്യം വരേണ്ട ഇതാണ്. സി ആണ് ഫസ്റ്റ് വരേണ്ടത്. പിന്നെ വരേണ്ട ഏതാ? ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മൂവി ഐ ഹാവ് എവർ സീൻ. അപ്പോൾ ഓപ്ഷൻ സി വരും. This is one of the most interesting movie I have ever seen. The publisher told me that my mistakes wouldn't be a problem in the future. I thought he was very kind, but later I realized that he was giving me a left-handed compliment. Left-handed compliment ന്റെ വാക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Insulting remark. Left-handed compliment means insulting remark. Give a one-word substitute for a sudden complete failure. Debacle. സഡൻ കംപ്ലീറ്റ് ഫെയിലിയർ എന്ന് പറയുന്നതാണ് ഡിബാക്കിൾ. അപ്പോൾ ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോളോകോസ്റ്റ് എന്ന് വെച്ചാൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നതാണ്. അതായത് ന്യൂക്ലിയർ വാറോ അല്ലെങ്കിൽ ഒരു തീപിടുത്തമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് എരിഞ്ഞു തീരുന്നതിനാണ് ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. മാലഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖത്തിന് പറയുന്നതാണ് മാലഡി. നെമിസസ് ശത്രുത. അപ്പോൾ എ സഡൻ കംപ്ലീറ്റ് ഫെയിലിയർ, ഡിബാക്കിൾ. ഹോളോകോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഹോളോകോസ്റ്റ് എരിഞ്ഞു തീരുക എന്നുള്ള അർത്ഥം. ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാവുക, എസ്പെഷ്യലി കോസ്ഡ് ബൈ ഫയർ ഓർ ന്യൂക്ലിയർ വാർ. ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിച്ച് ഈസ് എ സിനോണിം ഓഫ് ക്ലീഷേ. ക്ലീഷയുടെ സെയിം മീനിങ് വരുന്ന ഏതാ? ക്ലീഷേ സ്റ്റീരിയോടൈപ്പ്. നെഗ്ലിജൻസ് ഫ്രം ദ പേരൻസ് causes the children to look for affection elsewhere. Look for means to find someone or something. അതാണ് look for എന്ന് പറയുന്നത്. Find the figure of speech of the following sentence. My blood turned cold like the moon. അതേതാ വരുന്നത്? My blood turned cold like the moon. സിമിൽ ആണ് വരുന്നത്. സിമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപമിക്കുന്നതിനാണ് സിമിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്സിമോറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരോധാഭാസം, കോൺട്രഡിക്ഷൻ ആണെങ്കിലാണ് ഓക്സിമോറോൺ യൂസ് ചെയ്യുന്നത്. മെറ്റാഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാദൃശ്യം ഉണ്ടെങ്കിലാണ്. രൂപകം സമാസമൊക്കെ വരത്തില്ല, അതാണ് മെറ്റാഫോർ. ഉപമയാണ് സിമൈൽ. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് സിമൈലാണ്. മൈ ബ്ലഡ് ടേൺ കോൾഡ് ലൈക്ക് ദ മൂൺ. സിമൈലാണ്.
പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് വിച്ച് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. ബിറ്റ്വീൻ വരുമ്പോൾ ഏതാ വരുന്നത്? യു ആൻഡ് മീ എവറിത്തിങ് ഈസ് എ മിസ്റ്ററി. ലുക്കിംഗ് പാസ്റ്റ് ഇൻ ലൈഫ് ഐ സ്റ്റിൽ കാൺ ഡാഷ് വാട്ട് വെൻറ്റ് റോങ്. ഫിഗർ ഔട്ട്. ദേ പെർഫോം ദ ലാസ്റ്റ് ഏതാ വരുന്നത്? ലാസ്റ്റ് റൈറ്റ്സ്. ലാസ്റ്റ് റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂണറലൊക്കെ നടക്കുമ്പോൾ ഇപ്പം മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തത്തില്ലേ, അതിനാണ് ലാസ്റ്റ് റൈറ്റ്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിച്ച് ഈസ് ഇൻ ദ പാസീവ് വോയിസ്. ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. ഹി ചൂസ് എ ബുക്ക്. ഹി ചൂസ് എ ബുക്ക് ഏതാണ് വരുന്നത്? ചോസ്, ചൂസ്. ഇപ്പോൾ ചോസ് ഏതാ വരുന്നത്? ഡിഡ് വരും. നോട്ടില്ലാത്തതുകൊണ്ട് ഡിഡ് ഇൻ ഹി. നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.